ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചിക്കൻ കറിയും വെള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടായപ്പോൾ വലിയ ജീരകം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ സവാള സ്ലൈസായി കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി തന്നെ വഴറ്റിയെടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. സവാള ഒന്ന് കുക്കായി വന്നാൽ നമുക്കിതിലേക്ക് 3 മീഡിയം സൈസുള്ള തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഞാൻ തലേദിവസം തന്നെ മാവ് അരച്ച് വെച്ചിരുന്നു, അപ്പോൾ നല്ല റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പിട്ട് മിക്സ് ചെയ്ത് ഞാനൊരു 15 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് അപ്പങ്ങൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് ബാറ്റർ കോരി ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ചെടുക്കും. എന്നിട്ട് അതിൽ ചെറിയ ചെറിയ ഹോൾസായി വരില്ലേ, ആ സമയത്ത് നമ്മളിത് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. വെള്ളപ്പത്തിന് അരച്ച് വെക്കുന്നതും അതേപോലെ തന്നെ അതുണ്ടാക്കുന്നതൊക്കെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയി കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള അപ്പങ്ങളൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് തക്കാളിയും സവാളയും ഒക്കെ നന്നായി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്ന് കഴിഞ്ഞാലാണ് നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഓരോരോ പൊടികളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഫസ്റ്റായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ക്രഷ് ചെയ്തതാണ്. കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് എല്ലാ മസാലപ്പൊടികളും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഏകദേശം ഒരു മിനിറ്റെങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം അത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം കുക്കായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു അരപ്പ് ചേർക്കാനുണ്ട്. തേങ്ങയും അതേപോലെ തന്നെ ഒരു 5-8 കാഷ്യൂനട്ടും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി കുരുമുളക് ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. പത്തിരിക്കും അതേപോലെ വെള്ളപ്പത്തിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും ഈ രീതിയിൽ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കൂ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇതാ അടിപൊളി വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.